ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എരുമേലി സ്വദേശിയും ഗായകനും സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ വിപിനെയും കുടുംബത്തെയുമാണ്. അദ്ദേഹത്തിൻ്റെ സംഗീത യാത്രകളെ ഈ പ്രോഗ്രാമിലൂടെ നമുക്കടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് വിപിനും കുടുംബത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം. വിപിൻ്റെ ബാല്യകാലം ഒന്ന് ഓർത്തെടുക്കാമോ? എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് എരുമേലിക്കടുത്ത് മുക്കൂട്ടുതറയാണ്. എനിക്ക് അപ്പനും അമ്മയും 4 ആൺപിള്ളേരുമാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഞാൻ ഏറ്റവും ഇളയ ആളാണ്. ചെറുപ്പം മുതലേ പാട്ടെന്ന് പറഞ്ഞാൽ ചേട്ടന്മാരെല്ലാം വീട്ടിലെപ്പോഴും പാട്ടും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള പാട്ടുമായിട്ടുള്ള ബന്ധവും പിന്നെ എൻ്റെ പള്ളി കൊല്ലമുള്ള സെൻറ്റ് മേരീസ് ചർച്ചാണ്. അവിടെ നല്ലൊരു കൊയർ ടീം തന്നെ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ കണ്ടു വളർന്നത് എൻ്റെ കൂട്ടുകാരൻ, ഇപ്പോൾ എൻ്റെ പാട്ടുകളൊക്കെ മ്യൂസിക് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന അനീഷ് ജോർജ് എന്ന് പറയും. അവനാണ് പള്ളിയിൽ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പള്ളിയിൽ പോയാലും എപ്പോഴും ഇങ്ങനെ കൈകൂപ്പി നിന്നുകൊണ്ട് നമ്മൾ നോക്കുന്ന ഇവൻ്റെ കീബോർഡ് വായനയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ കീബോർഡിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ അമ്മാച്ചൻ്റെ മോൻ പ്രസാദ് എന്ന് പറയും, പുള്ളി ഗൾഫിലാണ്. പുള്ളിയുടെ വീട്ടിൽ പുള്ളിയുടെ കല്യാണത്തോടനുബന്ധിച്ച് പുള്ളി വന്നപ്പോൾ ഒരു കുഞ്ഞ് കീബോർഡ് കൊണ്ടുവന്നു, ചെറിയൊരു കീബോർഡ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത് ഞാൻ അവനോട് ചോദിക്കുകയും എനിക്ക് പ്രസാദാൻ അത് തരികയും ചെയ്തു. അങ്ങനെ ഇത് മേടിച്ചതിന് ശേഷം വീട്ടിലിരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ വായിച്ച് തന്നെ ഇങ്ങനെ വെച്ചു. പക്ഷേ അതെല്ലാം തെറ്റാ വായിക്കുന്നത്, നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അതിനുശേഷം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്വപ്ന എന്ന് പറയുന്നൊരു പെങ്കൊച്ചു വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. അവരുടെ പള്ളിയിൽ ഇതുപോലെ കീബോർഡ് അവിടുത്തെ അന്നിരുന്ന അച്ഛൻ ജോർജ് അച്ഛനോട് കീബോർഡ് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഇടവകയിൽ നിന്നും ഈ പള്ളിയിൽ ഞായറാഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും പാണവലാവ് പള്ളി എന്ന് പറയും, വീടിനടുത്തുള്ള പള്ളിയാണ്. അപ്പോൾ പാണവലാവ് പള്ളിയിൽ പോവും. അവിടെ പോയിട്ട് ഈ അച്ഛൻ എന്നെ കീബോർഡ് പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ഞായറാഴ്ചകളിലും വിശേഷ ദിവസമൊക്കെ ആ പള്ളിയിൽ കീബോർഡ് വായിക്കുകയും അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. അന്നേരമൊന്നും ഞാൻ പാടുന്നില്ല, കീബോർഡ് വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പാടാൻ വേണ്ടി ഒരു 3 പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തായിരിക്കും എന്നും കയറുന്നത്, എല്ലാം വായിച്ച് പഠിച്ചാൽ കയറുന്നത്. അങ്ങനെ എനിക്ക് ഒരു വിശേഷ ദിവസം ഈസ്റ്ററിന് ഇവർ ഈ 3 പാട്ടും എല്ലാം കുർബാന സ്വീകരണത്തിൻ്റെ പാട്ട് പാടിയപ്പോഴത്തേനും തീർന്നു പോയി. പക്ഷേ കുർബാന സ്വീകരണം കഴിഞ്ഞില്ല, ആൾക്കാരിങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പാട്ടുകൂടെ പാടണം, എല്ലാവരും രക്ഷയില്ല. അപ്പം അവർ പഠിച്ച പാട്ട്, ഞാൻ പഠിച്ചു വെച്ചിരുന്ന പാട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് പക്ഷേ അറിയാവുന്നൊരു പാട്ട് ഞാനങ്ങ് പാടി. അതുവരെ ഞാൻ പാടിയിട്ടില്ല, അന്ന് അങ്ങ് പാടി. അപ്പോൾ അച്ഛനത് കേട്ടിട്ടെന്ന് പറഞ്ഞു, ഇനി മുതൽ നീ കീബോർഡ് വായിക്കണ്ട, നീ പാട്ട് പാടിയാൽ മതി. പാട്ട് അങ്ങനെ അച്ഛനും പറഞ്ഞിട്ട് അന്ന് മുതൽ പാട്ടിലേക്ക് ഞാൻ തിരിഞ്ഞു. പക്ഷേ നേരത്തെ മുതൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ പാട്ട് പാടുന്നുണ്ടായിരുന്നു, ഇല്ലെന്നല്ല. പക്ഷേ ഞാൻ പ്രോഗ്രാമിന് പള്ളിയിലോ അങ്ങനെയൊന്നും പാടുന്നൊന്നുമില്ലായിരുന്നു. അവിടെ കീബോർഡ് വായിച്ചതിൻ്റെ കൂട്ടത്തിൽ പാടി പഠിച്ച് അങ്ങനെയാണ് പാടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എൻ്റെ ഇവിടെ എനിക്ക് അവസരം കിട്ടാഞ്ഞിട്ടല്ല കൊല്ലമുള്ള പള്ളിയിൽ, അവിടെ നല്ല കൊയറുണ്ട്, സ്ഥിരമായിട്ട് നല്ല കൊയറുണ്ട്. പിന്നെ അവരോട് ഞാനായിട്ട് പള്ളിയിലേക്ക് പാടാനായിട്ട് കയറി. മാനവ ഹൃദയങ്ങൾ നിരനിരയാ മാലാഖയോളം നിർമ്മലരാ ഹൃദയങ്ങളറിയുന്ന തിരുനാഥന അണിഞ്ഞൊരുങ്ങുന്നെൻ അൾത്താരയും അലിവോടെ അലിയുന്ന കാരുണ്യമേ അകതാരിലെങ്ങും
വസിക്കേണമേ. അലിവോടെ അലിയുന്ന കാരുണ്യമേ, അകതാരിലെങ്ങും വസിക്കേണമേ. പുതുജീവനേകും ജീവന്റെ അപ്പം, നവമായൊരുക്കിടും എൻ കൃത്തടം. പുതുജീവനേകും ജീവന്റെ അപ്പം, നവമായൊരുക്കിടും എൻ കൃത്തടം. നന്മതൻ ചിന്തകൾ ചെയ്തികൾ ഉണർത്തും പരിശുദ്ധ കുർബാന സ്വീകരിക്കാം. നന്മതൻ ചിന്തകൾ ചെയ്തികൾ ഉണർത്തും പരിശുദ്ധ കുർബാന സ്വീകരിക്കാം. പരിശുദ്ധമാകുമി ബലിവേദിയിൽ അലിവോടെ അലിയുന്ന കാരുണ്യമേ, അകതാരിലെങ്ങും വസിക്കേണമേ. അലിവോടെ അലിയുന്ന കാരുണ്യമേ, അകതാരിലെങ്ങും വസിക്കേണമേ. അപ്പോൾ വിപിൻ ഗാന ശുശ്രൂഷയുമായി നവീകരണ രംഗത്തേക്ക് വന്നത് ഏത് കാലഘട്ടത്തിലും എങ്ങനെയായിരുന്നു? ഞാൻ 2000 മുതൽ കൊയറുകൾക്ക് ആദ്യം തുടങ്ങിയത് കൊയറുകൾക്കായിരുന്നു പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കൊയർ പാടിയ സമയത്ത് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നും എന്നെ നമ്മളുടെ ഡൊമിനിക് വാൾവനാൽ അച്ഛൻ, അന്ന് അച്ഛൻ എരുമേലി ആവേ മരിയ റിട്രീറ്റ് സെൻ്ററിലായിരുന്നു അച്ഛന് തോമസ് വാതിൽകുന്നൽ അച്ഛനും നമ്മുടെ ഡൊമിനിക് അച്ഛനും കൂടെ അവിടെ ശുശ്രൂഷയിലായിരുന്നു. അന്ന് അവിടെ പാടിക്കൊണ്ടിരുന്ന പാട്ടുകാരൻ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു പാട്ടുകാരൻ്റെ വേക്കൻസി വന്നു. അങ്ങനെ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഈ ധ്യാനത്തിനൊന്നും പാടുന്നൊന്നും ആളല്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ വന്ന് കുറച്ച് ദിവസം നീ ഒന്ന് പ്രാർത്ഥിച്ച് പാടി കഴിയുമ്പം റെഡി ആയിക്കോളും. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആവേ മരിയയിലാണ് പാടാനായിട്ട് പോകുന്നത്. എരുമേലി ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി രൂപത തന്നെ റിട്രീറ്റ് സെൻ്ററിൽ. അവിടെ ഏകദേശം ഞാൻ 13 വർഷക്കാലോളം അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അവർ മാറിയതിന് ശേഷം അടുത്ത അച്ഛന്മാർ 3 അച്ഛന്മാർ മാറി മാറി വന്നു. ആ സമയങ്ങളിലെല്ലാം ഞാനായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. അതിനോടൊപ്പം അവിടെ 2 വർഷം പാടിയതിന് ശേഷം 2001, 2002 വർഷമായപ്പോഴത്തേനും ഞാൻ പുനലൂർ കരവാളൂരുള്ള ബിജു അച്ഛൻ പറയും, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ 20 വർഷമായിട്ട് അതിനുശേഷം ബാക്കി 18 വർഷമായിട്ട് കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ ആവേ മരിയ ശുശ്രൂഷ ചെയ്യുന്ന കൂടെ തന്നെ ഫാദർ ബിജു കുന്നംപുറത്ത് റെഡംറ്റേഴ്സ് സഭയിലെ അച്ഛനാണ്. അച്ഛൻ പുനലൂർ കരവാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അച്ഛൻ. അവിടെ എൻ്റെ സുഹൃത്ത് അനീഷ് എന്ന് പറഞ്ഞൊരു കീബോർഡിസ്റ്റ് ഉണ്ട്. അവൻ എന്നെ അവിടെ പാടാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെയാണ് ഞാൻ വീണ്ടും നല്ലൊരു കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് ഞാൻ വരാനിടയായത്. അവിടെ അച്ഛൻ്റെ കൂടെ അന്ന് മുതൽ ഇപ്പോൾ ഈ റീസൺലി വരെ ഈ 18 വർഷമായിട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ കൂടെ തന്നെ. അതോടൊപ്പം തന്നെ സാബു ആർദോട്ടി ബ്രദറിൻ്റെ കൂടെ പോയായിരുന്നു ഒരു 6 വർഷം അച്ഛൻ്റെ കൂടെ. ഈ ബിജു അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് ബിജു അച്ഛൻ്റെ കൂടെ ഇപ്പം ഫാദർ ബെന്നി നാരകത്തിനാൽ അച്ഛൻ്റെ കൂടെയും, അതോടൊപ്പം തന്നെ റോബിൻ മനക്കിലേത്ത് അച്ഛൻ, പിന്നെ പത്തനംതിട്ട രൂപതയിലെ പല അച്ഛന്മാരുണ്ട്. ഇന്നലെ ഒരു സനു അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ പലരും വിളിക്കുന്നതനുസരിച്ച് പലരോട് ശുശ്രൂഷയ്ക്കായിട്ട് പോകും. കഴിഞ്ഞ 18 വർഷമായിട്ട് ശുശ്രൂഷയിൽ തന്നെയാണ് മെയിൻ. അതോടൊപ്പം തന്നെ ഞാൻ കൊയറുകൾ, എല്ലാ സഭകളിലെയും കൊയർ ഞാൻ പാടും. നമ്മുടെ RC റോമൻ കാത്തലിക് മാത്രമല്ല, എല്ലാ സഭകളിലെയും കൊയറുകൾ ഞാൻ പാടും. അപ്പോൾ അങ്ങനെ അതിനെന്നെ പഠിപ്പിച്ച പല വ്യക്തികളുണ്ട്. പേരെടുത്ത് പറയേണ്ട ആളുകൾ തന്നെയുണ്ട് എന്നെ ഓരോ സഭയുടെയും പഠിപ്പിച്ചത്. മലങ്കര സഭയുടെ പഠിപ്പിച്ചത് ഷോളി എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്. ഓർത്തഡോക്സിൻ്റെ പഠിപ്പിച്ചത് റിജു പോൾ എന്ന് പറയുന്ന റിജു ചാനാണ്. അങ്ങനെ ഓരോ സഭയുടെയും പഠിപ്പിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ സഭയുടെയും ശുശ്രൂഷയായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും.
അനുദിനമെന്നെ നടത്തിടുന്ന വൻ കൃപയോർത്തിടുമ്പോ അനുദിനമെന്നെ നടത്തിടുന്ന വൻകൃപയോർത്തിടുമ്പോൾ വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാ, എണ്ണിത്തീർപ്പാൻ നാവുകൾ പോരാ. വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാ, എണ്ണിത്തീർപ്പാൻ നാവുകൾ പോരാ. അനുദിനമെന്നെ നടത്തിടുന്ന വൻ കൃപയോർത്തിടുമ്പോ യേശുരാജൻ വാനമേഘത്തിൽ തൻ ദൂതരുമായി വന്നു ചേരുമ്പോ യേശുരാജൻ വാനമേഘത്തിൽ തൻ ദൂതരുമായി വന്നു ചേരുമ്പോൾ ആനന്ദമായി ആമോദമായി നാഥനിന്റെ കൂടെയുള്ളതാ. ആനന്ദമായി ആമോദമായി നാഥനിന്റെ കൂടെയുള്ളതാ. അനുദിനമെന്നെ നടത്തിടുന്ന വൻ കൃപയോർത്തിടുമ്പോ വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാ, എണ്ണിത്തീർപ്പാൻ നാവുകൾ പോരാ. വിപിൻ്റെ സംഗീതയാത്രയിൽ ആദ്യം ഓർഗണിസ്റ്റായിട്ടും ഗായകനായിട്ടും ഒക്കെയാണ് തുടങ്ങിയത് അല്ലേ? പിന്നെ എപ്പോഴാണ് സംഗീത സംവിധാനത്തിലേക്കും ഗാനരചനയിലേക്കും ഒക്കെ കടന്നു വന്നത്? അതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? ആദ്യം കീബോർഡായിരുന്നു, പിന്നെ പാട്ട് പാടി. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ധ്യാനത്തിനായിരുന്നു കൂടുതലും പാടിക്കൊണ്ടിരുന്നത്. 2002 മുതൽ ധ്യാനം സ്ഥിരമായിട്ട്, പിന്നെ ഇങ്ങോട്ട് ധ്യാനമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ റെഡംപ്റ്റേഴ്സ് സഭയിലെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അവിടുത്തെ ഒരു അനൂപ് മുണ്ടക്കൻ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ ഇപ്പം വിദേശത്താണ്. അച്ഛനാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ലിറിക്സ് തന്നിട്ട് ഇതൊന്ന് ട്യൂൺ ചെയ്ത് തരാമെന്ന് എന്നോട് ചോദിക്കുന്നത്. അങ്ങനെ ഞാനത് 2007 ആദ്യത്തെ പാട്ട് ചെയ്യുന്നത്. മാനവഹൃദയങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ട്, അങ്ങനെ തുടക്കമായിട്ട് ആ പാട്ടാണ് ഞാൻ ഫസ്റ്റിലെ മ്യൂസിക് ചെയ്യുന്നത്. അതിനുശേഷം പിറ്റേ വർഷം റെഡംപ്റ്റേഴ്സ് സഭയിലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫാദർ സ്റ്റീഫൻ ഓണിശ്ശേരി അച്ഛൻ്റെ ലിറിക്സിൽ ഒരു പാട്ട് ചെയ്തു. പിന്നെ ഓരോ വർഷം ഓരോ പാട്ട് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളായിരുന്നു. പിന്നെ പാട്ട് എഴുതാനും ഒക്കെ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് വെറുതെ ഇരുന്ന സമയത്ത് പാട്ടുകളിലേക്ക് വന്നു. കൂടുതൽ പാട്ടുകളെല്ലാം ഉണ്ടായത് അതിനുശേഷമാണ്. ഏകദേശം 53 പാട്ട്, ഇപ്പോൾ 54ാമത്തെ പാട്ട് അടുത്ത ദിവസം റിലീസാവുകയാണ്. അതുവരെ മ്യൂസിക് ചെയ്തേക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പാട്ട്. ആ സമയത്താണ് ലിറിക്സിലേക്കും വരുന്നത്, ലിറിക്സും എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് ഈ കോവിഡ് കാലത്തിന് ശേഷമാണ് വന്നത്. ഇതിനു മുമ്പ് വർഷത്തിൽ ഓരോ പാട്ട് വീതം ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എനിക്കുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ദൈവകൃപയാൽ എല്ലാം ദൈവത്തിൻ്റെ വലിയ ഗിഫ്റ്റാണ്. ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല, ഒന്നും മ്യൂസിക്കലായിട്ടൊന്നും പഠിച്ചില്ല. എൻ്റെ കുടുംബത്തിലാരും അല്ലേ സംഗീത ഫീൽഡിലുള്ള ആൾക്കാരുമല്ല. എല്ലാവരും പാട്ട് കേൾക്കും, ഇഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ അപ്പൻ ചെറിയ കലാകാരനൊക്കെ ആയിരുന്നു. അദ്ദേഹവും പാട്ട് പാടത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ സഹോദരന്മാരെല്ലാം പാട്ട് നല്ലപോലെ ഇൻട്രസ്റ്റാണ്. എല്ലാവർക്കും പാട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കേൾക്കാൻ ഭയങ്കര ആരും പാടുന്നവരില്ല ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ. ദൈവം എനിക്ക് തന്നേക്കുന്ന ഒരു വളരെയധികം ഒരു പ്രത്യേക ഗിഫ്റ്റാണ് ഈ പാടാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്കൊരു കഴിവ് തന്നത്. അത് ദൈവത്തിൻ്റെ വലിയൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കരുതുന്നു. അതങ്ങനെ തന്നെയാണ്. വിപിൻ്റെ ആത്മീയ യാത്രയിൽ 20 വർഷമായി. ഈ 20 വർഷത്തിനിടയിൽ വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ ഭൂമി ജീവിച്ചിരിക്കുന്നത് തന്നെ. അത് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം 2 മെയിൻ ആക്സിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് 12 വർഷം മുന്നേ എൻ്റെ ഒരു കാറ്, ഞാൻ ഉറങ്ങിപ്പോയി രാത്രി. എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഫാമിലി മീൻസ് അമ്മയുണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു. ഞങ്ങളൊരു കോഴിക്കോട് വരെ പോയിട്ട് തിരിച്ചു വന്നൊരു, ഞാൻ ഉറങ്ങിപ്പോയിട്ടൊരു കുഴിയിലേക്ക് വണ്ടി പോയി. അമ്മ 6 മാസത്തോളം കിടപ്പായിരുന്നു, ചേട്ടന് 3 മാസത്തോളം ഇരിപ്പായിരുന്നു, രണ്ടുപേരും. ദൈവകൃപയാൽ എനിക്ക് ഒരു പോറൽ പോലും പറ്റിയില്ല.
ഒരു പോറൽ പോലും എനിക്ക് പറ്റിയില്ല. ഞാനാണ് അവിടെ നിന്ന് വിളിച്ച് ആൾക്കാരെ വിളിച്ച് ഇവരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇവരുടെ കൂടെ നിന്നും എല്ലാ കാര്യത്തിനും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അന്ന്. അതെനിക്ക് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറയാൻ മാത്രം, അതിന് മേലെ ഒന്നുമില്ല. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോളെയും കൊണ്ട് തമിഴ്നാട് കോളേജിൽ കൊണ്ട് വിടാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം ഇവിടെ അടുത്ത് പത്തനംതിട്ട അടുത്ത് ഞാനൊരു 3 നില കെട്ടിടത്തിൻ്റെ കുഴിയിലേക്ക് എൻ്റെ കാറ് മറിഞ്ഞു. എൻ്റെ കാറ് ടോട്ടൽ ലോസ് ആയിപ്പോയി. കാർ ഒന്നിനും കൊള്ളത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ അവരെല്ലാം കൊണ്ട് വെട്ടിയതിന് ശേഷം തിരിച്ച് ഞാൻ തനിയെ വീട്ടിലേക്ക് വരികയാണ്. 12 മണി ആയതേ ഉള്ളൂ. അതും ഇതുപോലെ തന്നെ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഉറങ്ങിപ്പോയി. ഇതുപോലെ 3 നില കെട്ടിടത്തിൻ്റെ കുഴിയിലേക്ക് വീണ്. അന്ന് എനിക്കിവിടെ ഒരു 4-5 സ്റ്റിച്ച് എൻ്റെ ഈ നെറ്റിയിലുണ്ടായതുള്ളതല്ലാതെ എനിക്ക് മറ്റൊരു കുഴപ്പവും ഉണ്ടായില്ല. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ധ്യാന ശുശ്രൂഷയ്ക്ക് തന്നെ പാടാൻ തുടങ്ങി, കൊയറുകളും പാടാൻ തുടങ്ങി. അത് ദൈവത്തിൻ്റെ വലിയ കൃപയല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. പിന്നെയുള്ള കാര്യം, ഓരോ നിമിഷവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, പല വേദനകൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം കർത്താവ് എന്നെ താങ്ങി. ഞാൻ പാടുമ്പോൾ പലരും വന്ന് പറയും, ബിബിൻ പാടിയപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റി. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിൽ ചിരിക്കുന്നത് മറ്റൊന്നുമല്ല. അവർക്ക് വേണ്ടി ഞാൻ പാടുക എന്ന് വെച്ചാൽ അതിലുപരി ഞാൻ അവിടെ നിന്ന് എൻ്റെ വേദനകളാണ് ഞാൻ എപ്പോഴും പാടാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ അവർക്കും മാനസികമായിട്ട് സന്തോഷവും അവരുടെ ജീവിതത്തിൽ വളരെ സൗഖ്യവും ലഭിക്കാൻ ഇടയാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലരിൽ നിന്നും എനിക്കങ്ങനെ കേൾക്കാൻ ഇടയായിട്ടുമുണ്ട്. അതും ദൈവത്തിൻ്റെ വലിയൊരു ഗിഫ്റ്റായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഈ പ്രോഗ്രാമിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും തമ്മിൽ വലിയൊരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെടുന്നൊരു കാര്യമാണ്,
മനസ്സ് നിറഞ്ഞ് ആ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പകരമായ ശബ്ദവും ആ ശബ്ദത്തിൽ ലയിച്ച് പ്രത്യേകിച്ച് മെലഡി പാട്ടുകളൊക്കെ ശുശ്രൂഷയ്ക്കിടയ്ക്ക് പാടുമ്പോൾ അത് വളരെ അനുഗ്രഹകരമായി അഭിഷേകം നിറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ ചന്ദനപ്പള്ളി ഇടവക വികാരിയാണ് ഞാൻ, ഫാദർ ബെന്നി നാരകത്തിനാൽ. ഈ ഇടവകയിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ആരാധന നടത്തുന്നുണ്ട്. കൂടാതെ എൻ്റെ കൂടെ ധ്യാന ശുശ്രൂഷകൾക്ക് അദ്ദേഹം പല സ്ഥലങ്ങളിൽ കേരളത്തിന് പുറത്തുൾപ്പെടെയും വരാറുണ്ട്. അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ ധ്യാനത്തിന് ശേഷം ആളുകൾ പറയുന്നത് ഈ മനസ്സ് നിറഞ്ഞു തന്നെയാണ്. കാരണം ഈ ശബ്ദം നമുക്കറിയാമല്ലോ, ഈശോയിലേക്ക് കുറേ കൂടി ആളുകളെ അടുപ്പിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പോലെ ഒരു പ്രാവശ്യം പാടുന്നവൻ 2 തവണ പ്രാർത്ഥിക്കുന്നു എന്നാണല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ സാന്നിധ്യം, സ്വരം ഒക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അനേകർക്കത് ഒരു അനോയിൻറ്റിംഗ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ. അദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളുമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂട്ടായ്മയും കെട്ടുറപ്പും ഒക്കെ അനുഗ്രഹദായകമാണ്. മാത്രമല്ല അദ്ദേഹം നമ്മുടെ രൂപതയുടെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് രൂപതയുടെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം നമ്മളെ സഹായിക്കുന്നുണ്ട്. ധാരാളം ഇടവകളിൽ സൗണ്ട് സിസ്റ്റം ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അനുഗ്രഹീതനായ ഒരു കലാകാരനാണ്. ഒരു ഡിവൈൻ ടച്ച് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ബിബിന് എല്ലാവിധമായ ഭാവുകങ്ങളും തുടർന്നും നേരുകയാണ്. ഈ ശുശ്രൂഷ സ്വർഗം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബിബിൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ സഹോദരന്മാരും 3 പേരും, ഞങ്ങളുടെ അപ്പൻ അമ്മ, അതാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ അപ്പം മരിച്ചുപോയി. അപ്പം മരിച്ചുപോയി 21 വർഷമായി. പി മാത്യു എന്നായിരുന്നു പേര്. അമ്മ കുഞ്ഞുഞ്ഞമ്മ മാത്യു. സഹോദരന്മാർ 3 പേര്, ബിജു, ബിനു, ബിന്നി എന്ന് 3 പേര്. അവർ 3 പേര് എരുമയിലാണ്. ഇതെൻ്റെ ഭാര്യ റിൻസി. ഭാര്യയുടെ അമ്മയാണത്, സാറാമ്മ. അവളുടെ പപ്പായും മരിച്ചുപോയി. പ്രസാദ് എന്നായിരുന്നു പേര്. അവൾക്കൊരു ആങ്ങളയുണ്ട്, അവൻ പുറത്താണ്. അവന് വൈഫും കുഞ്ഞുങ്ങളുമായിട്ട് പുറത്താണ്. ഇതെൻ്റെ മൂത്ത മോള് സേറ. അത് 2ാമത്തെ മോള് സെറാഫിൻ. 3ാമത് ഒരു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവളുണ്ടായിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. അവളുടെ പേര് സെറീന എന്ന് ഞങ്ങൾ പേര് വിട്ടായിരുന്നു. അവൾക്ക് ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ആയിരുന്നു. ഇപ്പോൾ 7 വർഷമായി. ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം. പാട്ടും ഇൻട്രസ്റ്റാണ്. നല്ലൊരു ഡാൻസും കളിക്കും. കൂടുതലും 2 പേരും പാടാറുണ്ട്. ഇടയ്ക്ക് ഇവളെ കൊയറിന് ഞാൻ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 2 പേരും കൊയറിന് പാടുന്നുണ്ട്. ഇവളും ഇവിടെ ഇപ്പം ചെളിച്ച് മൂത്തായതുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ബിബിൻ്റെ ജീവിതം ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചപ്പോൾ ദൈവം എത്രമാത്രം ബിബിനെ കരുതുന്നുവെന്നും മാനിക്കുന്നുവെന്നും കണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സമയം ഇത്രയും ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ബിബിനും കുടുംബാംഗങ്ങൾക്കും നന്ദി പറയുന്നു. നാം ഈ സമയം ഇത്രയും ബിബിനെ ശ്രവിക്കുകയായിരുന്നു. ബിബിൻ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരുതുന്ന കരം കാണാൻ സാധിച്ചു. ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.